അയർലൻഡിലെ തീർത്ഥാടകർക്കിടയിലെ ഏറ്റവും പ്രസിദ്ധമായ പള്ളിയായ ക്നോക്കിൽ നമ്മൾ രാവിലെ തന്നെ എത്തിച്ചേർത്തു. പതിവ് പോലെ തന്നെ നല്ല തീർത്ഥാടക തിരക്കുണ്ട്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നതിലും തിരക്കുണ്ട് ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും കുറച്ച് ഗ്ലൂമി ആയിരുന്നു, കാലാവസ്ഥയെല്ലാം ഒരുപാട് നമ്മൾ തളർത്തിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം വളരെ എനർജറ്റിക്കായിട്ട് ഉള്ളൊരു കാലാവസ്ഥയും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ക്നോക്ക് പള്ളിയിൽ വന്നു. ക്നോക്ക് പള്ളിയിൽ വന്നതിന് ശേഷം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനും അലീഷയും കൂടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ചായക്കട ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ അലീഷ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ചായ കുടിക്കണം ഇനി. അപ്പോൾ ഒരു ഹായ് പറഞ്ഞ അലീഷ. ഹായ്. ഹായ്. അപ്പോൾ എവിടെയാണ് ചായ കുടിക്കാൻ പോകുന്നത് നമ്മൾ? അപ്പോൾ ഞങ്ങൾ ഇവിടെ 1 മണിയുടെ കുർബാന കൂടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് മലയാളം കുർബാനയാണ്. അപ്പോൾ 1 മണിയുടെ മലയാളം കുർബാന കൂടുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ബസ്സിന് മലയാളികൾ, അതായത് ഏകദേശം 54-60 പേരോളം ഏകദേശം ബസ്സിൽ ഞങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഇവിടെ നിന്നുള്ള ആൾക്കാർ ഒരുപാട് മലയാളികൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ചായ കുടിച്ച റെസ്റ്റോറൻ്റാണ് ഇത്. ഞാൻ, അലീഷ, പിന്നെ ആൻറ്റി ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ അനിയനും ഉണ്ടായിരുന്നു, അങ്ങനെ ചാച്ചനും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ചായ കുടിച്ചൊരു സ്ഥലമാണ് ഈ പറയുന്ന ഈ BR ബ്രോസ് റയാൻ എന്ന് പറഞ്ഞ കഫേ. എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് സോസേജ് റോളും ചിപ്സും പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസുമാണ്. അത് കഴിച്ചേണ്ടാവാൻ ബാക്കി. ഇന്ന് സൂപ്പർ ചിപ്സായിരുന്നു. അത് കഴിച്ചുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇനി ഇതിൻ്റെ പുറകിൽ തന്നെ, ക്നോക്ക് പള്ളിയുടെ പുറകിൽ തന്നെ ചെറിയ കച്ചവടം നടത്തുന്ന ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ആ ഷോപ്പിലേക്ക് നമ്മളിപ്പോൾ പോയി. ഇപ്പം എന്തായാലും നമുക്കൊരു കൊന്തയും കുരിശൊക്കെ മേടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് അകത്തിട്ട്. എന്താ വസ്തു? ഇറങ്ങിയപ്പോഴത്തേക്കും ഈ കയ്യിലിടുന്ന ബാൻഡ് പോലത്തെ ഒരെണ്ണം പൊന്നൂനും പിന്നെ അമ്മയ്ക്കും വേണ്ടിയിട്ടൊരു ചെറിയ കയ്യിലിടുന്ന ഒരു ബാൻഡും കൂടി മേടിച്ചു. ഇതാണ് ആ കുരിശുമാല. പക്ഷേ ആ കടയിൽ ചെറിയ കടയാണെങ്കിലും നല്ല സെലക്ഷനുകളാട്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മേടിച്ച ഈ 2 സാധനത്തിനും ഏകദേശം, ഇപ്പം ആ 2 ചെറിയ സാധനങ്ങൾ കൂടി ഏകദേശം 500 രൂപയോളം നമുക്ക് വില വന്നിട്ടുണ്ട്. ഇതാണ് ഈ സ്റ്റോൺ ചർച്ചിൻ്റെ ഒറിജിനലായിട്ടുള്ള കല്ലുകൾ. മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പം ആ പറയുന്ന പള്ളിയുടെ ഈ പഴയ പള്ളിയുടെ ഏതാണ്ട് ഉള്ളിൽ വെച്ചാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാർഷനിൽ കല്ലടർത്തി അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തോ ആണ് അത്. എന്തായാലും എല്ലാവരും അതിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഈ നോക്ക് പള്ളിക്കൊരു വലിയ ചരിത്രമുണ്ട്. അതായത് 1879 ഇവിടെ വിർജിൻ മേരിയും സെയിൻറ്റ് ജോസഫും സെയിൻറ്റ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് ഏഞ്ചലും ജീസസ് ക്രൈസ്റ്റും കൂടി ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ലോക്കൽസ് ആയിട്ടുള്ള ലോക്കലിലുള്ള ഒരു പയ്യന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇവിടെയുള്ള ലോക്കൽസ് എല്ലാം ക്ലെയിം ചെയ്യുന്നത്. ഇത് സംഭവിക്കുന്നത് 1879 കേട്ടോ. അതായത് ഏകദേശം 100 വർഷത്തിൽ കൂടുതലായി ഹിസ്റ്ററി. ഇപ്പോഴും നമ്മൾ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഭയങ്കര ആളുകൾക്ക് ഒരുപാട് വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പള്ളികളിലൊന്നാണ് ഈ ക്നോക്ക് ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കൗണ്ടി മയോയിലാണ്. വളരെ ശാന്തവും സാധീനവുമായിട്ടുള്ള അന്തരീക്ഷമാണ് ഈ ഇവിടെ പ്രാർത്ഥിക്കുന്നവരെല്ലാം നിരാശരായിട്ട് മടങ്ങുന്നത് ഹൃദയത്തിന്റെ സമാധാനവും സന്തോഷവും ചെലുവാനും അതോടൊപ്പം തന്നെ ശാന്തത ഉണ്ടാകാനും ഒരു അന്തരീക്ഷവും അതോടൊപ്പം തന്നെ അതിന് പറ്റുന്ന തരത്തിൽ പരിശുദ്ധമായിട്ടുള്ള അഭിഷേകങ്ങളെല്ലാം ഉള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തോട് പറയാം, എന്റെ വ്യക്തിപരമായ സാന്നിധ്യം ഇവിടെ ആയിരിക്കുമ്പോൾ, ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഈ തീർത്ഥാടകരായിരിക്കുമ്പോൾ എന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം തരുന്ന ദാനങ്ങൾക്ക് നന്ദി പറയാൻ എന്റെ ഇഷ്ടവും ദൈവമായ വിശ്വാസം
അപ്പോൾ ഏകദേശം ഒരു 10-15 വർഷമായിട്ടുണ്ടാവും ഞാൻ ഈ RC മലയാളം കുർബാന കൂടിയിട്ട്. എക്സാക്ട്ലി ഇതിനിടയിലൊക്കെ കൂടിയിട്ടുണ്ട്, പക്ഷേ പാർഷ്യലി. ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുർബാന കൂടി ഞങ്ങൾ ഇറങ്ങി നേരെ ബസ്സിൻ്റെ അങ്ങോട്ട് വന്നു. ബസ്സിൻ്റെ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മളാ കുർബാന അത്ര സൂപ്പർ കുർബാനയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പാട്ടുകളൊക്കെ ഒരുപാട് പാട്ടുകൾ മറന്നുപോയി. ചെറുതിലേക്ക് ഒരുപാട് പോകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പോകാനുള്ള സാഹചര്യമുണ്ട്. എന്നാലും എല്ലാ ആഴ്ചയിലും പോകുന്നതുകൊണ്ട്, പിന്നെ ഇംഗ്ലീഷ് കുർബാന ആയതുകൊണ്ട് നമുക്കങ്ങനെ പഴയ നമ്മുടെ പാട്ടുകളൊക്കെ വളരെ റെയർലിയാണ്. ഒരുപാട് പാട്ടുകളൊന്നും ഓർമ്മയില്ല. ഇനിയിപ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന് ഭക്ഷണം കഴിക്കാനുള്ളവർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ മെനു എന്താണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെയായിട്ട് ഞങ്ങൾ വന്നത് ഈ ബസ്സിലാണ്, ഈ പുറകെ കാണുന്ന ബസ്സിലാണ്. ബസ്സിന് സീറ്റ് ഒന്നിന്, അതായത് എനിക്ക് ചാർജ് വരുന്നത് 30 യൂറോയാണ്. ഞങ്ങൾ 2 ആളുള്ളതുകൊണ്ട് 30 60 രൂപയാണ് ബസ്സിന്, അതായത് നമ്മുടെ ഡബ്ലിനിൽ നിന്നും ഇവിടെ വരെ വരുന്നതിന്. അപ്പോൾ നമ്മൾ നോക്കിന്ന് ചർച്ചിൽ നിന്ന് തിരിച്ച് കയറി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകൾ കൂടി കാണിച്ചതിന് ശേഷം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ.